കായിക പരിശീലനത്തിലുള്ള PT പീരീഡിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനിറങ്ങിയതിന് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് കായിക അധ്യാപകന്റെ ക്രൂരമർദ്ദനം. വിരലിന് ഗുരുതര പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയും 2 വിദ്യാർത്ഥിനികളും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സാർ ഞങ്ങൾക്ക് PT പീരീഡാണ്, ഞങ്ങൾ കളിക്കാൻ പോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ബുക്ക് എടുത്തിരിക്കുക. ഞങ്ങൾ ബുക്ക് എടുത്തിരുന്നു. ബോയ്സ് ചിലവർ പോയിട്ട് ഞങ്ങൾക്ക് ബോൾ കിട്ടിയില്ല, അവർക്ക് ബോൾ കിട്ടിയില്ല പറഞ്ഞിട്ട് ദാസ മാഷിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയി. ദാസ മാഷ് ബോൾ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇവർ ബോൾ കിട്ടി പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സാറ് വിട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രൗണ്ടിൽ പോയി. സാറ് വന്നിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്നു. എന്നിട്ട് സാദിഖ് സാർ എന്നിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ പോയപ്പോൾ സാറ് വിളിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് കയ്യിൽ തരും. എത്ര പേരടിച്ചു? 26. എന്തുകൊണ്ടടിച്ചേ? നിങ്ങൾ ഗ്രൗണ്ടിൽ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് പോയില്ലേ. മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറഞ്ഞു? ഇതേപോലെ തന്നെ അപ്പുറത്ത് മതിലുണ്ടാവും. അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവൻ പറയും സാറ് പറഞ്ഞ അപ്പുറത്തെ മതിൽ ചാടിപ്പോവാന്ന്. അപ്പോൾ നിങ്ങൾ അവിടെ ചാടിപ്പോയിട്ട് പോയി വെച്ചോ. അവിടെ കഞ്ചാവ് പിടിച്ച ചിലവരുണ്ടാവും. അവർ ബൈക്കിൽ കയറാൻ പറഞ്ഞാൽ നിങ്ങൾ ബൈക്കിൽ കയറിയിട്ട് പോകുമെന്ന് ചോദിച്ചു. പെൺകുട്ടികളോടാ ചോദിക്കുന്നത്? അല്ല, പെൺകുട്ടി. ഈ മാഷ പേടിയുണ്ടോ? നീ സ്കൂളിൽ പോകാൻ പേടിയാണോ? അതില്ല, മാഷിനെ കണ്ടാൽ പേടി. സംഭവത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അധ്യാപകൻ കൊടുവായൂർ സ്വദേശി സാദിഖിനെതിരെ വാളയാർ പോലീസ് കേസെടുത്തു. രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിനെയും സമീപിച്ചിട്ടുണ്ട്. കഞ്ചിക്കോട്ടെ സ്കൂളിലെ UP വിഭാഗം കായികാധ്യാപകനാണ് സാദിഖ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 ആൺകുട്ടികളും 16 പെൺകുട്ടികളും ഉൾപ്പെടെ 27 വിദ്യാർത്ഥികളെ ചൂരലുകൊണ്ടടിച്ചെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയിട്ടുള്ള പരാതി. മഴയില്ലാത്ത സമയത്താണ് വിദ്യാർത്ഥികൾ കായിക പരിശീലനത്തിനിറങ്ങിയത്. മഴയുള്ളപ്പോൾ PT പീരീഡിലും പഠനവുമായി മുന്നോട്ടു പോവുകയാണ് പതിവെന്നും രക്ഷിതാക്കൾ പറയുന്നു. അതേസമയം കായികാധ്യാപകൻ പഠിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിന് വിപരീതമായി വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിലേക്കിറങ്ങിയതാണെന്നും സംഭവം അന്വേഷിക്കുന്നുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.